രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരം ബോംബ് നിർമ്മാണവും സ്ഫോടനവും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന കുറ്റമാണ്. പക്ഷേ ബോംബ് സ്ഫോടനങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നത് എന്തെന്ന് അറിയാമോ? വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ കയ്യിൽ കിട്ടിയ ബോൾ പൊട്ടി പരിക്കേറ്റ ശ്രീവർത്ത്. എന്നാൽ ഒരു പെറ്റി കേസിന്റെ പ്രാധാന്യം പോലും ആ സംഭവത്തിന് നൽകിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കുടുംബത്തിന്റെ പ്രതികരണം. നിങ്ങൾക്കൊന്നും അറിയില്ല, കാരണം അപ്പുറത്ത് ഇപ്പോൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പോലീസ് അന്വേഷിച്ച് അങ്ങനെ കുറേ തവണ വിളിച്ച് ഇവനോട് രണ്ട് തവണ എൻ്റെ അടുത്ത് വന്ന് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് വേറെ ഒന്നും ചോദ്യമൊന്നും ഉണ്ടായിട്ടില്ല, അതങ്ങനെ പോയി. ഇതാണ് ബോംബ് സ്ഫോടന കേസുകളുടെ അവസ്ഥ. 2015 പാനൂർ ചെറ്റക്കണ്ടിയിൽ നടന്ന സ്ഫോടനത്തിൽ 2 ജീവനുകൾ നഷ്ടമായതിൽ ആരാണ് കുറ്റക്കാർ? ബോംബ് നിർമ്മിക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയത്? സംരക്ഷണം നൽകിയതാര്? ഈ ചോദ്യങ്ങൾ പ്രസക്തമല്ലേ? എന്നാൽ ഇതിനൊന്നുമുള്ള ഉത്തരം ഇത്തരം കേസുകളിൽ ഉണ്ടാകാറില്ല. കേസിൽ പലരും വിട്ടുപോകുന്നുണ്ടല്ലോ. RSSകാരായിട്ടുള്ള പ്രതികൾ വിട്ടുപോയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നല്ല ഇടപെടലുണ്ടായിട്ടും ജഡ്ജിമാർ അത് പ്രോസിക്യൂഷൻ തെളിയിക്കാനായില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടയക്കുന്നുണ്ട്. അതെല്ലാം ജനറലായിട്ടുള്ളൊരു കാര്യമാണ്. ബോംബ് സ്ഫോടനത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന കേസുകളിൽ ആരും സാക്ഷിമൊഴി നൽകാൻ തയ്യാറാകില്ല. കാരണം അതാത് പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിലാകും സ്ഫോടനങ്ങൾ ഉണ്ടാവുക. അങ്ങനെ കേസുകൾ കോടതിയിൽ തള്ളിപ്പോകും. സാക്ഷി പറയാൻ ആളെ കിട്ടില്ല, ആൾ പറയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് എത്ര വലിയ പ്രമാദമായ കേസായാലും ശരി, അതിനു മുന്നേ സാക്ഷികൾ വ്യക്തമായിട്ടുണ്ടാകണം. പോലീസ് അന്വേഷണം സുഗമമായിരിക്കണം. ഞാൻ പറയുന്നത് ഈ കേസ് പുറത്തു നിന്നുള്ള ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, കേസ് ശിക്ഷിക്കപ്പെടും. സ്ഫോടനത്തിൽ ബോംബ് നിർമ്മിച്ചവൻ മാത്രം ഇരയാകും. നിർമ്മിക്കാൻ ഗൂഢാലോചന നടത്തിയവർ സർവ്വസ്വതന്ത്രരായി നിയമ സംവിധാനത്തെ പരിഹാസ്യമാക്കും. ഇവിടെ അന്വേഷണ സംവിധാനവും രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ഒത്തുതീർപ്പിലെത്തും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തെളിവ് ഉണ്ടാക്കണ്ടേ? തെളിവ് നമുക്കിപ്പം ഒരാൾ നേരിട്ട് കണ്ട ആൾക്കാരൊന്നും ഇതിലില്ലല്ലോ, ആരും കണ്ടില്ലല്ലോ. ബോംബ് നിർമ്മാണത്തിലുള്ള സാമഗ്രികൾ നൽകിയവർ മുതൽ നിർമ്മിച്ചവർ വരെയും ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ മുതൽ ബോംബ് നിർമ്മാണത്തിന് മൗനാനുവാദം നൽകിയവർ വരെ നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രത്യയശാസ്ത്രമാണ് അടിത്തറയെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ബോംബ് ശാസ്ത്രത്തിൻ്റെയും സംരക്ഷകരാകുന്നത്. ബോംബ് നിർമ്മാണത്തിലും സ്ഫോടനത്തിലും പങ്കാളികളായാൽ ഒന്നും സംഭവിക്കില്ല എന്നത് പാർട്ടി അണികളുടെ വിശ്വാസമാണ്. അതിനാൽ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് അന്വേഷണ ഏജൻസികൾ മുക്തരാകാതെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും തടയാൻ കഴിയില്ല. എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.